എന്ത് താനാണ്ടത് വെട്ടിരുമ്പ ആരോ പിടിച്ച് വരണ്ടടാ. പുറത്തുപോ. என்ன பிரச்சனை? പുറത്തുപോ. കിടക്കടി. ഏതോ തമിഴൻ വണ്ടിയാ, സാധനത്തിന് കണ്ടു കാണും. என்ன பிரச்சனை? നിന്റെ അച്ഛൻ പിന്നാലെ വരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ പട്ടാപകരം വിളിക്കാറുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇറക്കി കൊടുത്തേക്ക്. അന്യനാടാ, വെറുതെ പുലിവാരം പിടിക്കണ്ട. തോമസ് ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല, കുറെ കണ്ടതാ. നീ ആ വെട്ടത്തിനെടുത്ത് വെക്കും. ചന്ദ്രേട്ടനാ? ചന്ദ്ര, നീയാണെന്ന് അറിഞ്ഞില്ലേട്ടാ. നിനക്ക് വേണമെങ്കിൽ ഇതാ കൊണ്ടുപോയി. ഞാൻ സന്തോഷായിട്ട്. എന്ത് പൂച്ച പുതിയതാ? പൂച്ചയും കിളി നാണമുണ്ടോ നിങ്ങക്ക്? നിങ്ങളുടെ ഒരു പഴയ ദോസ്തുണ്ടല്ലോ, അവനവിടെ ഉണ്ട്. ഏത് ദോസ്ത്? ഗിരി. ഗിരിയോ? എനിക്കറിയില്ല. പക്ഷെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല ചന്ദ്ര, ഞാൻ അവനെ കണ്ടിട്ട് ഏതാണ്ട് 1-2 കൊല്ലായി. തോമസ് ഏട്ടാ, ചന്ദ്രനോട് വേണ്ട കളി. എടാ മോനെ, ഞാൻ സത്യം പറയണേ, എനിക്കറിയില്ല. എന്റെ മക്കളാണ് സത്യം. പണ്ടും വല്ലപ്പോഴും കാണുമ്പോ ചിലപ്പോ ഒന്ന് കൂടുന്നല്ലാതെ എനിക്ക് അവനായിട്ട് ഒരു ബന്ധവുമില്ല. അടുത്ത കാലത്തൊന്നും അവനെ നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല. അവനെ പറ്റി ആരും പറഞ്ഞും കേട്ടിട്ടില്ല? ഇല്ല മോനെ, ഉണ്ടെങ്കിൽ എനിക്ക് പറയണോണ്ടെന്താ. ശരി. എന്തെങ്കിലും അവനെ കണ്ടാ പറഞ്ഞേക്ക്. ചന്ദ്രൻ ചത്തത്തില്ല, ചാവാതിരിക്കുന്ന അവന് വേണ്ടിയാണെന്ന്. ഇന്ന് ഞാൻ ഈ ചക്രം പിടിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, അവനെ കാണാൻ. ഓരോ നാടും ഓരോ യാത്രയും അവനെ കാണാൻ വേണ്ടി മാത്രമാണെന്ന്. ഏത് നരകത്തിൽ പ്രയോഗിച്ചാലും ഞാൻ പിടിക്കും, പിടിച്ചിരിക്കും. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ என்னடா முடிச்சு பாக்குறேன்? கோலம் போடுறது இதுவரை பார்க்கவே இல்லையா? അല്ല മാമി, അത് நம்ம செம்பகத்தின் பாவாடை சாணகத்தில் இருந்தாச்சு. ஏன்டி இழுக்கிற? மனோகர் என்ன தமிழ் பேசுறது கேட்டா சிரிப்பு வருதுமா. கவனிச்சுக்கோ, இவன் மலையாளி தான். மலையாளி ஆனாலும் ഞാൻ சுத்த பாவம் மாமி. நீயும் பாவம், உன்னோட மாமாவும் பாவம். இதுவரை பாவமாத்தான் உன் மாமாவும் பொள்ளாச்சிக்கு வந்தது. இனிமே ஒரு கல்யாணமே வேணாம் முடிவு பண்ணிட்டு இருந்தேன். ஆனா என்னைய வீட வச்சாரு. வீழ்த்திட்டனே இவன் வழியில. முருகா முருகா, அரஹரோ அரஹர. வடிவேலா வேலாயுதா, என் பொண்டாட்டிக்கு நல்ல புத்தி கொடுங்கோ. முருகா ஆண்டவனே, நீதான் காப்பாத்தணும். മാമ, എലി പോലിരിക്കണ മാമൻ മല പോലിരിക്കണ മാമി ഏത് വല വെച്ചാ വീഴ്ത്തേ? വാ എന്റെ പൊന്നാര അനന്തരവൻ വാ, പറഞ്ഞുതരാം. തെണ്ടി തിരിഞ്ഞ് കേറി വന്ന് കിടക്കാനൊരു ഇടം തന്നപ്പോ നിനക്ക് എലിയാവണം, വല വെക്കണം. ഇല്ലടാ കള്ളക്കഴുതരുടെ മോനെ, എന്റെ മോൾക്കെങ്ങാനും വല വെച്ചാ പാഷാണം തന്ന് കൊന്നുകളെ ഞാൻ. എൻ മകളെ നീ താൻ കാപ്പാത്തണം.
எப்ப வந்த? நேத்திக்கு நைட்டு. வேணுமா? ஏண்டி முட்டை கெட்டு போச்சுமா? கெட்டு போச்சுன்னு தூக்கி போடு. வணக்கங்க. ஏண்டா முட்டை ஒண்ணு இருக்கு, ஒரு ஆம்லெட் அடிச்சு கொடுத்தீங்கன்னா. இது என் வீடு. இங்க வந்து ஆம்லெட் அடிக்க பார்த்தேனா உன்னை அப்படி அடிச்சு ஆம்லெட் ஆக்கிடுவேன். ஜாக்கிரதை. பொண்ணு வயசுக்கு வந்துச்சுன்னா பிளாப்படத்துல ஈ வர மாதிரி வரும். போர்க்கி நான் இங்க இன்னும் வேணுமா? ഒരു 50 രൂപ കൂടി വേണം. என்கிட்ட இல்லையே. പരവായില്ല, நான் എന്റെ മേശയുടെ വലിപ്പിൽ ഇഷ്ടം പോലെ കാശിരിക്കല്ലേ. അങ്ങ് വന്നാ പോതും, ബാക്കി ഞാൻ പറ്റില്ല. എൻ കണ്ണല്ലേ, എൻ കരളല്ലേ, എൻ ഉയരിൻ ചെമ്പക മലരല്ലേ. என்னடா എനിക്കൊരു പാട്ടാണെന്ന് പാടില്ലേ? നില അധ്വാനത് മേലെ പാടത്ത് എടുത്ത് വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ചായ, ചക്കര ജാസ്തി, പാലും ജാസ്തി. എന്താ നോക്കി പഠിപ്പിക്കണേ? നിനക്ക് തടിയും ജാസ്തി, ഉരലും ജാസ്തി, ചെമ്പകത്തിനടുത്ത് ഷൈനിങ് റൊമ്പ ജാസ്തി. ചായ ഉണ്ടാക്കാൻ പറഞ്ഞ ചെന്ന് ചായ ഉണ്ടാക്കടാ, അല്ലെങ്കിൽ ചെമ്പകത്തിന്റെ കൈ കൊണ്ട് ഞാനിപ്പോ ഒരു ചായ ഉണ്ടാക്കി കുടിക്കും. കാണാ മനോഹര, ചായ വേണ്ട. ഇവൻ കയ്യാലെ കച്ചവടം ആരംഭിച്ചാച്ചാ ഇന്നത്തെ ദിവസം പോക്ക. നല്ല ഐശ്വര്യമുള്ള കൈ വരട്ടും. ഈ കൈക്ക് എന്താ കുഴപ്പം? അശീകം, നീ വന്നതുക്ക് അപ്പുറം നമ്മ ചന്ദ്രൻ എന്നാച്ചി പുലി പോലെ വാഴ്ന്നവൻ എലി പോലെ ആയില്ലേ? ഇല്ലയാ? അതിന്റെ കുഴപ്പ പിന്നല്ലാതെ. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ആ കള്ളം നായന്റെ ആള് ശരിയല്ല, അവനെ നമ്പാതെന്ന്. അപ്പൊ എന്നെ തമാശയാക്കി. എന്നിട്ടോ കിട്ടിയില്ല ശരിക്ക്. ഇങ്ങനെ ഒരു കൊലച്ചത് ചെയ്യുന്നറിയില്ലല്ലോ. പറ്റിയത് പറ്റി. എന്നാലും 4 കാശുണ്ടാക്കി ജീവിക്കണമെന്നില്ലല്ലോ. ഏത് കമ്പനി ചെന്നാലും സ്ഥിരം പണി കിട്ടും. പക്ഷെ എന്റെ മച്ചാനും വേണ്ട. ഓരോ യാത്രയും അന്വേഷണല്ലേ? അന്വേഷണം. ആ കള്ള നായിന്റെ മോനെ കണ്ടുപിടിക്കാമേ ചുമ്മാ വിടണമെന്നാണ് നീ ചൊല്ലണത്. എവിടെ ചെന്ന് പിടിക്കുന്ന മണിയണം പറയണേ. പഴയ സുകുമാരക്കുറുപ്പ് മുങ്ങിയിട്ട് കൊല്ലത്രയായി. കേരള പോലീസ് അരിച്ച് പിറകിട്ട് പൊട്ടി കിട്ടിയിട്ടില്ല. പിന്നെ ഡേയ്, മുകളിൽ കടവുട് ഇருக்கு. എന്നെങ്കിലും ഒരു നാൾ അവനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് തരും. നീ നോക്കിക്കോ. சொன்ன மாதிரி வந்தாச்சு. ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 50 രൂപയ്ക്ക് ചേഞ്ച് വേണല്ലോ. ചെമ്പകം നോക്കണേ, വല്ല കള്ളനോട്ടോ എടുക്കാത്ത നോട്ടോ പറ്റിക്കും. അങ്ങനെ കള്ളനും കുള്ളനൊന്നും പ്രേമന്റെ ഇല്ല. ഇത് ഒറിജിനലാ. കറക്റ്റ് അല്ലേ? ഓക്കേ, താങ്ക് യു. അധികം നോക്കണ്ട, എടുത്ത് വെച്ചോ. പഴയ ഓണം പമ്പറ. ടാറ്റ മൈ ഡിയർ. പോ. கண்ண உடைச்சிடுது. நீ உன் கைய பாடுறா, என் கையை நான் பாக்குறேன். அனாவசியம் சொல்லக்கூடாது. பிரேம்குமார் கடையில போய் கிடையாது, சதி கிடையாது. ஏன் இந்த மாதிரி அதுல 3 சீட் இருக்கு. ஐயே, இது இந்த மாதிரி சீட்டு சரியில்ல. தாகணும் எனக்கு என்ன மாதிரி. யோ, இது பல தடவையாச்சு. இனிமேல் இந்த மாதிரி திருட்டுத்தனம் பண்ண நடக்குறதே வேற. ஏய், என்னடா? ஏய், விரட்டாத. என்னடா? இந்த பிரேம்குமார் யாருன்னு தெரியுமாடா? கலையிலும் காரியாயிலும் சூழ்ச்சி படிப்பிக்கணே. പോട്ടെണ്ണേ. പോട്ടെ. കളി ഞാൻ ജയിച്ചേ. காசை தொடாத. போடா. காசை தொடாதுன்னு சொல்லல. ഞാനാ ജയിച്ചേ. திருட்டுத்தனம் பண்ணி பெரிய ஆளாக வேணாம். யாரா திருட்டுத்தனம் நீ பண்ண? தான்டா திருட்டுத்தனம் பண்ண. പന്നി. கெட்ட போயில. நீ போடா. டைம் என்ன தம்பி? டைம் ரொம்ப மோசம். கொலை பண்ணாம நான் விட்ட மாட்டேன்டா. ஐயோ, என்ன கொல்ல போறே. ஐயோ. போடா. ஏய், இங்க நில்லுடா. ஐயோ, என்ன பண்ணா? வழி மாறிக்கோ. ஐயோ. എന്താടാ കൊട്ട? ഏയ്, ഭയങ്കര വെയില്. നീ എന്താ ഓടിയത്? അത് വ്യായാമം. നല്ല ബോഡി ഷേപ്പ്. എവിടെയാടാ നിറങ്ങാൻ പോയത്? டேய் பொறுக்கி நாயே, உன்னோட எலும்பு உடைக்காம நான் இங்க இருந்து போக மாட்டேன்டா. மரியாதை வெளியே வாடா. ஒரு அப்பனுக்கு பிறந்தவனா இருந்தா வெளியே வாடா. இல்லன்னா நான் கதக உடைச்சா உள்ள வந்துடுவேன்.
அண்ணே என்ன அண்ணே இது ஒரு சின்ன வீடு தானே, இந்த மாதிரி உதச்சா இந்த வீடே இடிஞ்சிடும் இல்லையா? அப்படின்னா அவனை வெளியே விடு, இல்லனா நான் கதக உடைச்சிடுவேன். ஆஹா அண்ணா அவ்வளவு கிளாடியா? என்னடா? தொடாத, மேல தொடாத. தொட்டா நீ என்ன பண்ணுவ சொல்லுடா, என்ன பண்ணுவ? என்னடா பாக்குற? மன்னிச்சிடு அண்ணா, மன்னிச்சிடு. மேல தொட்டு விளையாடாதேன்னு சொன்ன இல்லையா? அவன் என்ன தப்பு பண்ண சொல்லு, நானே கேட்டுக்கிறேன். வேணாம், அந்த அந்த பொறுக்கி நாயை வெளியே இறக்கி விட்டா போதும். அந்த பொறுக்கி நாய் நான் வளர்க்கிற நாய். எனக்கு உயிர் இருக்க வரைக்கும் அவனை யாரும் ஒண்ணும் பண்ண முடியாது அண்ணே. വർത്താനം പറഞ്ഞു കഥ കാച്ചു പൊരിക്കും മച്ചാ. വീട്ടിക്കുള്ള എന്ത് പേസാമ വിടണ്ണേ വിട്. അവൻ என்ன தப்பு பண்ண சொல்லு, ഞാൻ സമാനം ഉണ്ടാക്കാം. வா. இது பாருங்க, அந்த பையில உதைச்சதுதான். எதுக்கு? வீட்டை ஆடிட்டு இருந்தா அவன் திருட்டுத்தனமா ஆடிட்டே இருந்த. ஆனா அதுக்கு ஒண்ணு நாங்க ஒண்ணுமே சொல்லல. கடைசியில காசு அள்ளி ஓடிட்டு இருந்த பொறுக்கி ராஸ்கல். அப்படியே ആരാ? വാതിൽ ഉറക്കടാ. അവൻ പോയോ മച്ചാ? ഒരു വീട്ടുക്ക് വാസപ്പടി വേണു. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ. അരക്ക് താഴോട്ട് കാച്ചിക്കും. ചന്ദ്രേട്ടാ, പ്രേമല്ലേ കരണത്? അതെ, നല്ല അടപ്പൊടിപ്പിക്കുക. വേലു ഭയങ്കരമായിട്ട് കരണുണ്ടല്ലോ. അത് സാരല്ല, കൊറേ കള്ളക്കരച്ചില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. இல்லண்ணே, பாத்துதான் அடிச்ச. உடம்புக்கு ஒண்ணும் ஆகல. ஒரு துண்டு ரத்தம் கூட வெளியே வரல. കിട്ടിയോ? കടിച്ചാച്ചண்ணே. എന്നാ സ്റ്റാൻഡ് കേട്ടോ. പറ്റുമാ? ചിന്ന രാജാ പൊന്നു ബാരെ. എന്താ ദാസപ്പ? നാഗ്പൂർക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. എന്താ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പണ്ട് കുറെ വിളഞ്ഞ സ്ഥല. എപ്പോഴാ പോണ്ടേ? ഉച്ചയ്ക്ക് പോവാം. നീ എന്താടാ കണ്ണാടി നോക്കിക്കറിയാ? കൊന്നുകളയാൻ പറയണല്ലോ. നല്ല അസൽ അടിയാണല്ലോടാ. തൊട്ടുപോര് തന്നെ ചവിട്ട് വെച്ചതുണ്ടല്ലോ. ദുഷ്ടൻ കണ്ടി ചോറുണ്ടോ നിങ്ങൾക്ക്? എന്നെ കണ്ടവരെ കൂടെ തല്ലിച്ചില്ലേ താൻ? അത് നീ തോന്നിയ ദിവസം കാണിച്ചിട്ടല്ലേ? രക്തബന്ധത്തിന്റെ വില എന്താ തരും നിങ്ങൾക്ക്? സ്വന്തം അമ്മയുടെ മോനല്ലേ ഞാൻ. ചങ്ക് പൊട്ടി കറിഞ്ഞിട്ടൊന്ന് ചത്തോന്നെങ്കിലും വന്ന് നോക്കിയോ? ചീട്ട് കളിക്കരുതെന്ന് നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചീട്ടെടുത്തിട്ടില്ലേ പണ്ട് വലിയ മോലാളി? ഇത് ഈ നിലയിലായതും ചീട്ട് കളിച്ചിട്ടാ. നീ എന്ത് തോന്നിയാസവും കാണിച്ചോ ചന്ദ്രേട്ടൻ്റെ കൂടെ. പക്ഷെ ചീട്ട് അത് തീയ, അത് വേണ്ട. പോട്ടെ, സാരില്ല. ഇന്ന് വയറ് നിറച്ച് ചിക്കനും 2 പെഗ് ബ്രാൻഡി. എനിക്ക് വേണ്ടെങ്കിലോ? എന്നാ വേഗം കുളിച്ച് റെഡിയാവും. നാഗ്പൂർക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. ഞാനില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാ മതി. ഇന്നത്തോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. എടാ, നീ എന്റെ പൊന്നമ്മയുടെ മോനല്ലടാ. എന്ത്? അത് മനസ്സിലിരിക്കട്ടെ. ഇനി തങ്കെന്നോ പൊന്നെന്നോ എന്ത് വിളിച്ചാലും പ്രേമനില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ.